guys, welcome back to our YouTube channel. This is Dad from Chicks. അപ്പം നമ്മൾ ഒന്ന് ഇടുക്കി വരെ പോവാണ് ഗൈസ്. അപ്പോൾ ഇടുക്കി പോകുന്നതിൻ്റെ വ്ളോഗാണ് നമ്മൾ ഇടാൻ പോണത്. പീക്സ് എല്ലാം ഇവിടെ റെഡി ആയിരിപ്പുണ്ട്. അവിടെ അയ്യോ ഇരുട്ട്. അപ്പോൾ ഇടുക്കി പോകുന്നതിൻ്റെ വ്ളോഗാണ് നമ്മൾ ഇടുന്നത്. നമ്മളെല്ലാവരും ഡ്രസ്സ് ചെയ്ത് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ടപ്പനയിലോട്ടാണ് പോണത് ഗൈസ്. അവിടെയാണ് നമ്മൾ നിൽക്കണേ. നമ്മൾ കാറിലാണ് പോണത്. റോഡ് ട്രിപ്പ് അതാണ്. നമ്മൾ ഒരു 3 or 4 days ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ പറ്റുന്ന മാക്സിമം ഷൂട്ട് ചെയ്ത് ഒരു വ്ളോഗ് ആക്കാനാണ് പ്ലാൻ. അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് ഗൈസ്, പാക്ക് ചെയ്ത് എല്ലാം കാറിൻ്റെ അകത്ത് കയറ്റി നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മാക്സിനെ വീട്ടിൽ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പുറത്ത് അമ്മൂമ്മ നോക്കിക്കോളും. പക്ഷേ ഹെയ്ഡിയെ നമ്മൾ നഴ്സറിയിലാക്കാൻ പോകുന്നു ഗൈസ്. അതിന് ഹെയ്ഡി എടുത്തുകൊണ്ട് നഴ്സറി കൊണ്ടാക്കാൻ പോകുന്ന വഴി. ഇതാണ് മാക്സ്. മെസു ടാറ്റാ. കുറച്ച് ദിവസം കഴിഞ്ഞ് കാണാം. ബൈ ബൈ. ഇതാണ് ഹേഡി, നമ്മൾ മുടിയില്ലാത്ത ഹേഡി. ഓക്കെ ബാ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. കൊട്ടാരക്കരയാണെന്ന് തോന്നുന്നത് സ്ഥലം. അപ്പോൾ ഇപ്പോൾ സമയം 11:30. നമ്മൾ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. നമ്മൾ ഫുഡ് കഴിച്ച ഹോട്ടലിൻ്റെ പേര് വഴിയോരക്കട. അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നല്ല ഹോട്ടലാണ്. ഈ കൊട്ടാരക്കര വഴി പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കയറി ഫുഡ് കഴിക്കുക. നമ്മൾ നല്ല പൊറോട്ടയും താറാവേറിയും കഴിച്ച് നല്ല ഹോട്ടലാണ്. പിന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഫ്രണ്ടിൽ ഒരു വയ്യാത്ത അപ്പൂപ്പൻ ലോട്ടറി വെക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഓരോ ലോട്ടറി വെച്ച് വാങ്ങിച്ച് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. നമ്മളിപ്പോൾ ആയൂരെത്തി ഗൈസ്. ഇവിടെ മൊത്തം തിരക്കാണ്. ഫുൾ ട്രാഫിക് ജാം കണ്ടു. ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലമാണ്. രണ്ടരയായി. നമ്മളിപ്പം പ്ലാച്ചേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. എരുമേലി എത്താറായി. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് 9:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിവിടെ എത്തി ഗായ്സ്. നമ്മളൊരു ചായ കുടിച്ചൊന്ന് ഉറക്കമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹോട്ടലിൽ വന്നു. നമ്മൾ ഈ ഹോട്ടലിലാണ് വന്ന വഴി മൊത്തം
ശബരിമല സ്വാമികളുടെ കാരണം നമുക്ക് റോഡിൽ തിരക്കെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ ഭയാനകമായിട്ടുള്ള തിരക്കായിരുന്നു ഗൈസ്. ചായ കുടിക്കാൻ ഗൈസ്, ടീക്സ് പറഞ്ഞ പോലെ നമ്മൾ ചായ കുടിക്കാൻ നിർത്തി. പക്ഷെ നമ്മൾ ചായ കുടിക്കുന്നില്ല. കാരണം എനിക്ക് ഈ ട്രാവലൊക്കെ ചെയ്യുമ്പം കട്ടൻ ചായയൊക്കെ കുടിക്കുമ്പോൾ എനിക്കത് പിടിക്കില്ല. എന്താണെന്ന് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ ഇവിടെ അടുത്തൊരു ബേക്കറി ഉണ്ടായിരുന്നു. ആ ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഇഷ്ടപ്പെട്ട സാധനമൊന്നും അവിടെ കണ്ടില്ല. അതുകൊണ്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും കടയിൽ നിർത്തി വാങ്ങിക്കാമെന്ന് വിചാരിച്ച് അച്ഛനും അമ്മയും അകത്ത് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇവിടെ നിന്ന് യാത്ര പുറത്തു. ഇതാണ് നമ്മുടെ ശബരിമലയിൽ പോകുന്നതിന് മുന്നേ വന്ന് നമ്മളിവിടെ വന്ന് പേട്ടയൊക്കെ തുള്ളി പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞിട്ടാണ് അയ്യപ്പന്മാരെല്ലാം ശബരിമലയിൽ പോകുന്നത്. കണ്ട പേട്ട ഇപ്പൊ തുള്ളുന്ന ആൾക്കാർ ഉണ്ടോന്ന് ഇപ്പൊ ഈ സമയത്ത് വൈകുന്നേര സമയമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ രാത്രി മൊത്തം റോഡില് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തുള്ളലായിരിക്കും. കൊട്ടും ബേളവും മാസ്കും ഒക്കെ വെച്ച് ഹോളിയൊക്കെ പോലെ ഇങ്ങനെ കളറൊക്കെ കണ്ട. നമ്മൾ തിരിച്ചു വരുമ്പം എന്തായാലും ഈവനിങ് ടൈം ആയിരിക്കും ഇതുവഴി വരുന്നത്. അപ്പം എന്തായാലും കിട്ടുന്നെങ്കിൽ അത് നമ്മൾ കാണിച്ചു തരാം. ഇതൊക്കെ കാണേണ്ട സംഭവങ്ങളാണ് അല്ലേ ചേച്ചി? പറയൂ. പേട്ടത്തുള്ളലൊക്കെ കണ്ടിരിക്കണം. ശബരിമലയിൽ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. ഇവിടെ എരുമേലി വന്ന് തൊഴുതായിരിക്കും. അപ്പോൾ ഇവിടെ നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട്. ശബരിമലയിലും പോവേണ്ടതാണ്. യെസ്, ശബരിമലയിലും പോകണം. 5ാം ക്ലാസ്സിന് താഴെ പഠിക്കുന്ന പിള്ളേരൊക്കെ 5ാം ക്ലാസ്സിന് താഴെ പഠിക്കുന്ന പെൺപിള്ളേരെല്ലാം കമ്പൽസറി ആയിട്ട് പോയിരിക്കണം. അതൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. കാരണം 50 വയസ്സായി കഴിഞ്ഞാൽ എത്ര പേർക്ക് പോകാൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റും. അതുകൊണ്ട് പറ്റുന്നവരെല്ലാം ശബരിമലയിൽ പോകുക. ഗൈസ്, ഇതാണ് വാവരി പള്ളി. ഈ പള്ളിയുടെ കഥ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പേട്ട തുള്ളാൻ വരുന്നവരെല്ലാം ഈ പള്ളിയിലും വന്നിട്ടാണ് പോണത്. ഇതൊരു മുസ്ലിം പള്ളിയാണ്. കാണാമോ ഗൈസ്? അയ്യോ, ബാക്കിൽ വണ്ടി കാണാമോ ഗൈസ്? എന്തായാലും പേട്ട തുള്ളാൻ വരണവരെല്ലാം ഈ മുസ്ലിം പള്ളിയിലും വന്നിട്ടാണ് പോണത്. അപ്പം ഈ മുസ്ലിം പള്ളിയിലും ഈ പേട്ട തുള്ളാൻ വരണവർ, എരുമേലിയിൽ വരണവരെല്ലാം വന്നിട്ടാണ് പോണത്. അപ്പൊ ഈ എരുമേലി അമ്പലവും ഈ പള്ളിയും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. മുണ്ടക്കായ എത്തി ഗൈസ്. കണ്ടോ? വ്യൂ ഒക്കെ കണ്ടോ? അയ്യോ, അപ്പൊ പോയാല് നമ്മളങ്ങനെ മുണ്ടക്കായ എത്തി. നമ്മൾ ഫുഡ് കഴിക്കേണ്ടാണ്ട് ഈ ഹോട്ടലിൽ, റാണി ഹോട്ടൽ, അവിടെ നിർത്തി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പൊ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോണു ഗൈസ്. ലഞ്ച് കഴിക്കുന്ന സമയം 3:30ആയി. 3:30 കഴിച്ച പുറത്തെ താറാവ് ഇപ്പോഴാണ് ജയിച്ചത്. നമ്മള് ഫുഡ് കഴിച്ചിട്ട്, ലഞ്ച് കഴിച്ചിട്ട് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇപ്പൊ നമ്മള് മുണ്ടക്കയത്താണ്. ഇവിടെ നിന്ന് നമ്മള് ഇടുക്കിയിലോട്ടുള്ള മല കയറാൻ പോവാണ്. അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മൾ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ കണ്ടു. എല്ലാരും എടുത്തിട്ടുണ്ട്. നമ്മള് വീണ്ടും പോവാൻ പോകുന്നു. അങ്ങനെ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി. അപ്പം നമ്മുടെ തൊട്ട് പുറകെ അവരും കാറിലുണ്ട്. അവർ വാഗമണിലോട്ടാണ് പോകുന്നത്. അപ്പം എന്തായാലും ഇനി പോകുന്ന വഴി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പോവാം.
ഹായ്. നമ്മൾ ഹൈ റേഞ്ച് കയറിയപ്പോഴേക്കും പീക്സ് തളർന്നു പോയി ഗൈസ്. പീക്സിന് മോഷൻ സിക്നെസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ പീക്സ് ചുരുണ്ട്. നമ്മളിപ്പോൾ ഏലപ്പാറ നിർത്തി. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു. ഇവിടെ നല്ല വ്യൂ ഉണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ കണ്ടെന്ന്, അവർ വരാൻ വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. അവരെയും കൂടെ കണ്ടിട്ട് അവർ വാഗമണിലോട്ട് പോവും, നമ്മളിനി കട്ടപ്പനയിലോട്ട്. അപ്പം കുറച്ചുകൂടെ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് ആ വ്യൂ എടുക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ, എടുത്തിട്ട് പോവാം. ആക്റ്റീവ് അല്ലാത്ത എന്നെ ആക്റ്റീവ് ആക്കാൻ കുറച്ച് ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാ. അവിടെ നിന്ന് ഇങ്ങനെ പാഞ്ഞ് വണ്ടിയൊക്കെ ഇങ്ങനെ വരെയാണ്. വളവൊക്കെ വളഞ്ഞ് വരണണ്ട നമ്മളെയും കൂടെ ഇടിച്ചെടുത്തോണ്ട് പോകും പോലെ തോന്നും. ആ രീതിക്കാണ് ഹൈ സ്പീഡിന് വരണം. നോക്ക്, അവര് വന്ന് ഗൈസ്. ചേച്ചി അവരുമായിട്ടൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ഒക്കെ കാണുവാണ്. നമ്മളിപ്പോ കേറി എല്ലാ മലയുടെയും മണ്ടയിലെത്തി, എല്ലാത്തിൻ്റെയും. സൺസെറ്റായി ഗൈസ്. സൺസെറ്റായെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വ്യൂ എടുക്കാൻ ഇറങ്ങിയില്ലേ, അവിടെ വെച്ചേ സൺസെറ്റായി. നേരെ കണ്ടുകൂടെ, ഇരുട്ട്. ഇവിടെ നിന്ന് എടുക്കാം. ഇപ്പം നമ്മൾ ഒഫീഷ്യലി നമ്മുടെ സ്ഥലത്ത് വീടെത്തിയില്ല. വീട്ടിൽ നിന്ന് പുറത്ത് ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്തായിട്ട് നമ്മുടെ അച്ഛൻ പ്രിൻസിപ്പളാണ്. അപ്പം അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലെത്തി നമ്മൾ. ഇതാണ് സ്കൂൾ ഗൈസ്, നോക്കൂ. ഇതൊരു ബിൽഡിങ്, അപ്പുറത്ത് വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ അമ്മ നിൽക്കുന്നതിൻ്റെ താഴെ. യെസ്, അതാണ് പ്രിൻസിപ്പൽ ഓഫീസ്. നമ്മുടെ അച്ഛൻ വർക്ക് ചെയ്യുന്ന സ്ഥലം. അതിലെ ഭംഗിയുണ്ടല്ലേ, ഇരുട്ടല്ലേ, ആ സൺസെറ്റിൻ്റെ ആ ഒരു ഷെയ്ഡ് അങ്ങനെ വ്യത്യാസം കാണാൻ. ബാ, നമ്മൾ നമ്മുടെ അച്ഛൻ്റെ പ്രിൻസിപ്പൽ ഓഫീസ് കാണിച്ചു തരാം. ദേ ഗൈസ്, പ്രിൻസിപ്പൽ. വലത് കാല് വെച്ച് കയറാം. ആ, കണ്ടോ ഗൈസ്. നമ്മൾ റെഡിയായി, ഇവിടെ എത്തി. നമ്മൾ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് അച്ഛൻ്റെ സ്കൂളിൽ നിന്ന് NSS ക്യാമ്പ് നടക്കുന്നത് വേറെ സ്കൂളിലാണ്. അപ്പം നെടുങ്കണ്ടം ആ സ്കൂളിലാണ്. അപ്പം നമ്മൾ ഇപ്പം അങ്ങോട്ട് പോകാൻ പോവുകയാണ്. പോയിട്ടൊക്കെ വരാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അച്ഛൻ്റെ ഈ ക്യാമ്പ് നടക്കുന്ന സ്കൂളിൽ വന്നു. ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. നമ്മൾ കുറച്ച് ബഹളം, അതാണ് ഗൈസ്. നമ്മൾ കുറച്ച് പാട്ടൊക്കെ പാടി നൈസായിരുന്നു. ഇപ്പോൾ ക്യാമ്പിൻ്റെ അവസാനം ആവാറായപ്പോഴേക്കും നമ്മൾ ഇറങ്ങി. കാരണം ഇപ്പം തന്നെ മണി എത്രയായി? 10
10:30 കഴിഞ്ഞു. ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങ് പോകണം. അപ്പം അതുകൊണ്ട് നമ്മൾ ഇറങ്ങി, നമ്മളിനി ചെന്ന് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ബഹളം കേൾക്കാൻ പറ്റുമായിരിക്കും. ബാക്കിൽ അവിടെ DJ ഏറ്റവും ടോപ്പില് ഓഡിറ്റോറിയത്തിലാണ് ഈ നടക്കുന്നത്. അതായത് തേർഡ് ഫ്ലോറിലാണ് നടക്കുന്നത്. ഭൂമി കുലുക്കം പോലെ ഇവിടെ കാണിച്ച ബഹളാണ്. കാണിച്ചുതരാം. ചെറിയ ചെറിയ വെട്ടടിക്കണം, അവിടെയാണ് അവര് പരിപാടി DJ പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ കളിക്കുകയാണ് ഇപ്പം. ഗായ്സ്, അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, സത്യം പറഞ്ഞാൽ അച്ഛൻ പ്രിൻസിപ്പളായി എന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്ക് ആ ഒരു ഫീൽ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇതുവരെ നമ്മൾ പോയിട്ടുള്ളിടത്തും എല്ലാം അച്ഛൻ സ്കൂൾ ഹയർ സെക്കൻഡറി സാറായിരുന്നു. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് സാറേ 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 എന്നൊക്കെ വിളിക്കുന്നു, ബഹുമാനിക്കുന്നു. അപ്പൊ ഇത് മാത്രം നമ്മുടെ കണ്ണിലുള്ളൂ. ഇത് പ്രിൻസിപ്പളാന്ന് പറഞ്ഞാല് നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടും. ഇങ്ങനെ പ്രിൻസിപ്പളിന്റെ ആ ഒരു ഇത് ഇതുവരെ തോന്നിട്ടില്ല. ഇന്നിപ്പോ സ്കൂളിൽ വന്നപ്പോ വന്ന് കയറിയപ്പോ തന്നെ പിള്ളേരെല്ലാം എണീറ്റ് നിൽക്കുന്നു, കൈയടിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ അതും ആരും പറയാതെ തന്നെ എല്ലാരും എണീറ്റ് കൈയടിക്കുന്നു. ഇപ്പൊ അവസാനം വരെ എന്നിട്ട് പിള്ളേരെല്ലാം മിണ്ടാതിരുന്നത് ഭയങ്കര സൈലന്റ്. ഇപ്പൊ ആ കൾച്ചറൽ പ്രോഗ്രാമിലൊക്കെ ഒരുത്ത മൈക്ക് പോലും ഇല്ലാതെയാണ് പാട്ട് പാടിയത്. അത്രയ്ക്ക് പേടിച്ചിരുന്നത്. എന്നിട്ട് നമ്മള് സത്യം പറഞ്ഞ ആ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരാൻ കാത്തിരുന്നത്. നമ്മള് കറക്റ്റ് ആ സ്റ്റെപ്പ് ഇറങ്ങി ഇങ്ങനെ വരുംതോറും അവരുടെ ഓളി ഇങ്ങനെ കൂടി. എന്നിട്ട് ഇപ്പൊ അവിടെ DJ നടക്കുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ സ്കൂളിന്റെ സമയമായിട്ട് ഇപ്പോഴാണ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമ്മള് പ്രിൻസിപ്പൾ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കൂലായിരുന്നു ബഹളം വെക്കാനായിട്ട്. അതേപോലെ നമ്മളിപ്പോ എന്താ തിരിച്ച് പൊക്കോണ്ടിരിക്കുകയാണ് പോകുന്നത്. ഫുഡ് കഴിക്കാൻ നിർത്തുന്നുണ്ടോ? പാഴ്സൽ വാങ്ങിച്ചോണ്ട് വീട്ടിൽ. കാരണം ഇപ്പം മണി ലേറ്റായി, 10:45 അല്ല 10:30. അപ്പൊ നമ്മള് ഞാൻ ഇടുക്കിയിലെ വഴിയൊക്കെ കാണിച്ചാൽ ഈ വീടൊക്കെ കണ്ട ഗൈസ്. പറയേണ്ട ഒരു കാര്യമാണ് ഗൈസ്. അത് കാണാൻ പറ്റിയില്ല തോന്നുന്നു. പോണ വഴി കാണിച്ചാൽ നമ്മള് ട്രിവാൻഡ്രം ഭയങ്കര വലിയ സിറ്റിയാണ്, അവിടെ ഭയങ്കര പൈസ ഉള്ളവരുണ്ട് എന്നൊക്കെ പറയുമെങ്കിലും ഇത്രയും ഭംഗിയും ഇത്രയും ഡീറ്റെയിൽസും ഭയങ്കര കാണാനൊക്കെ ഒരു ഫോറിൻ കൺട്രീസിലെ ലുക്കുള്ള വീടുകൾ ഞാൻ വേറെ ഒരിടത്തും കണ്ടില്ല. ഇവിടെ വരുന്ന വഴി അത്രയും മൊത്തം ഇത് തന്നെ, ഇങ്ങനെ വലിയ 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 കൊട്ടാരം പോലെയുള്ള വീടുകളാണ് ഇവിടെ മൊത്തം. എന്ത് ഭംഗി. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രാത്രി ഈ മെയിൻ റോഡല്ലാതെ വേറെ ഒരു റോഡിലും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ഉണ്ട്, 1 കിലോമീറ്റർ ദൂരെയൊക്കെ ആയിട്ട്. അതുകൊണ്ട് ആൾക്കാരൊക്കെ ഇപ്പൊ ഇവിടത്തെ ഒരു സാറ് പറഞ്ഞത് ആൾക്കാരൊക്കെ ഇവിടെ നേരത്തെ എണീക്കും, അതുകൊണ്ട് നേരത്തെ 9 മണിയാകുമ്പോഴേ ഉറങ്ങും. അതുകൊണ്ടാണ്. ഞാൻ വഴി കാണിച്ചു തരാം, പോണ വഴി നമ്മൾ കാണിച്ചു തരാം. ഇവിടെ വെട്ടം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം കൂരിരുട്ടാണ്. അത് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയാം. അപ്പം നമുക്ക് കാണാം. ഇപ്പൊ ഫ്രണ്ടിൽ ആ വണ്ടി പോകണോണ്ട് അറിയാൻ പറ്റൂല. കണ്ട, ഇപ്പൊ ഇവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കണ്ട്. ഇനി അടുത്ത സ്ട്രീറ്റ് ലൈറ്റ് കാണുന്നത് എവിടെയാണെന്ന് നോക്കും. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് തന്നെ ആ വളവില് വില്ലേജ് ഓഫീസ് ആയിരുന്നു, അതുകൊണ്ടാണ് അവിടെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചേക്കുന്നത്. അല്ലാതെ കണ്ട ഈ വഴി കണ്ട നമ്മള് ട്രിവാൻഡ്രത്തൊക്കെ ഇങ്ങനെ ഒരു എടുത്ത് വെക്കുമ്പോ അപ്പുറത്ത് സ്ട്രീറ്റ്, അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ ലൈറ്റ് കാണും. ഇവിടെ പോസ്റ്റ് ഉണ്ട്, പക്ഷെ ലൈറ്റ് ഇല്ല. അത് മാത്രല്ല ഇവിടത്തെ ആൾക്കാർ ഇരുട്ടി കൂടെയാണ് നടന്നു പോകുന്നത്. അവർക്കൊരു പേടി പോലും ഇല്ല. സത്യം, കയ്യില് ടോർച്ചോ ഒന്നുമില്ല. ഇതാണ് വഴി. അപ്പം നമ്മൾ വീട്ടിലെത്തി തിരിച്ച് നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഫുഡ് വരുന്ന വഴിയിൽ എവിടെ നിന്ന് കട്ടപ്പനയെന്നല്ലേ, കട്ടപ്പനയിൽ നിന്ന് നമ്മൾ ഫുഡ് പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പം ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. എവിടെയെന്ന് അറിയാമോ ഗൈസ്? നമ്മുടെ മറ്റേ വിമല സിൽക്ക് ഹൗസ് ഇല്ലേ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ട്രെൻഡിങ് ആയ. ഞാൻ പറയാം, അതിലൊരു പെണ്ണിനെ പറഞ്ഞ അറിയാം, ജീസസ് ലവ്സ് എന്നാണ് ആ പെണ്ണിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പേര്. ആ പെണ്ണ കൊള്ളക്കട മറ്റേ ഒരു മനോഹരി പാട്ടിലൊരു റീല് ട്രെൻഡിങ് ആയിരുന്നു. കട്ടപ്പനയിലാണ്. അപ്പോൾ ആ ടെക്സ്റ്റൈലൊക്കെ നമ്മൾ കണ്ട് അവിടെ നിന്ന് നമ്മൾ ഫുഡ് പാഴ്സൽ മേടിച്ചോണ്ട് വന്നു. അപ്പം അമ്മ അച്ഛനെ കഴിച്ചു തുടങ്ങി, നമ്മളും കഴിക്കാൻ പോകുന്നു ഗൈസ്. കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങണം. ഞാൻ ഉറങ്ങും, PX ഇപ്പോൾ ഉറങ്ങും തോന്നണില്ല. അപ്പം ഇനി കിടന്ന് ഉറങ്ങണം കഴിച്ചിട്ട്. PXന്റെ വക കട്ടൻ ഇടുകയാണ് അവിടെ. ആവശ്യമില്ലല്ലോ അതിൻ്റെ.